ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നലെ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് നാട്ടുകാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ സത്യമായിട്ട് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് 5:15 അടുക്കളയ്ക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ഒരു പണിയില്ലല്ലോ പുരയിൽ, ലൈവ് ചെയ്യുന്ന സമയത്തും ചോദിക്കണം. അതുപോലെ നമ്മളെ പരിചയമുള്ള ആളുകളൊക്കെ ചോദിക്കും, എപ്പോൾ എനിക്ക് എവിടെ നിന്ന് അത്ര നേരം കിട്ടണത്, എനിക്ക് എന്താ കാട്ടണത്, എന്തൊക്കെയാണ് ഇപ്പം എൻ്റെ പരിപാടി, പുരയിലെ പണിയൊന്നും അധികം ഉണ്ടാവില്ലല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, ഇവിടെ അതിനാൽ പറ്റുന്ന പോലെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സർജറി കഴിഞ്ഞുള്ള റെസ്റ്റിലാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പണിയെടുക്കാൻ കഴിയില്ല. ആഴ്ച 2 ദിവസം വന്നിട്ട് അടുത്തുള്ള ഒരാൾ സഹായിച്ചു തരും കേട്ടോ. എന്നാലും കിച്ചൺ മാക്സിമം ഞാൻ എന്നാൽ പറ്റുന്ന ക്ലീൻ ചെയ്യാൻ നിൽക്കലുണ്ട്. ഞാൻ തലേന്ന് തന്നെ എല്ലാ പച്ചക്കറിയും ഇറച്ചിയാണെങ്കിൽ ഇറച്ചി എന്താ വെച്ചാൽ അതൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. ഇപ്പം ഞാൻ അടുപ്പത്ത് പയറിട്ടു, മുട്ട പുഴുങ്ങാനിട്ടു. ആ സമയത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് നന്നാക്കി. ആ നന്നാക്കുന്ന സമയത്ത് ഞാനൊരു വേസ്റ്റ് പാത്രം വെച്ചിട്ട് ആ വേസ്റ്റ് പാത്രത്തിലാക്കാൻ കേട്ടോ ഇതൊക്കെ തൊലിയൊക്കെ ഇടുക. എന്നാൽ പിന്നെ നിലമൊന്നും പിന്നെ ഒരുപാട് തുടക്കേണ്ടി വരില്ല. പിന്നെ പാത്രങ്ങൾ അതാത് പാത്രം ഓരോ പണീൻ്റെ ഒന്ന് വേകുമ്പോഴത്തേന് അടുത്ത പാത്രമൊക്കെ കഴുകി വെക്കുന്നതുകൊണ്ട് ഒന്നിച്ച് പാത്രം കഴുകാൻ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ സമയം 5:15 കേട്ടോ. 5:15. മക്കളൊക്കെ വിളിക്കണമെങ്കിൽ 6 മണിയാവണം. അപ്പോക്കിൻ്റെ അടുപ്പത്തൊരു വിധം പണി കഴിയണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പിന്നെ എന്താ പറയുക, മരുന്ന് കഴിക്കാൻ മറന്നുപോയി. സാധാരണ ഉളു എടുത്ത് വരുന്ന സമയത്ത് തന്നെ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ പണിയൊക്കെ ഒരുങ്ങുന്നത്. ഇന്നൊരു പക്ഷേ 5:10 ഞാൻ എണീറ്റപ്പോൾ. അപ്പോൾ തന്നെ നമ്മളൊരു 10 മിനിറ്റ് ലേറ്റായി നമ്മൾ അത്രയും കാര്യങ്ങൾ തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടക്കറിയാണ്, അതായത് ഉരുളക്കിഴങ്ങിൽ കോഴിമുട്ടിട്ടുള്ള കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് വെള്ളപ്പാണുള്ളത്. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ചായക്കടി ഉണ്ടാക്കൽ. മക്കളൊക്കെ എണീറ്റ് വരുമ്പോഴേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ, കാരണം അവർക്ക് ചൂടിൽ കഴിക്കാമല്ലോ. പിന്നെ 6 മണിക്ക് ജിയമോക്ക് മദ്രസയിൽ പോകണം. അതിൻ്റെ ഇടയ്ക്ക് അവൾ ചായ കുടിക്കാൻ വരും. അവൾക്ക് ചായയും ബിസ്ക്കറ്റും കൊടുത്ത് അവളെ മദ്രസയിൽ പറഞ്ഞയച്ചു. പിന്നെ നിബു വന്നു. നിബുവിന് ചായയൊക്കെ കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ കറിയൊക്കെ വെക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിച്ചു പറഞ്ഞാൽ, നമ്മൾ 2-3 ദിവസമായിട്ട് എന്താ പറയുക, ഷാജി പറഞ്ഞ യൂട്യൂബറെ റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സ് തന്നെ, നമ്മൾ വീഡിയോസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ട് ഭയങ്കര സങ്കടം തോന്നിയിട്ട്. കാരണം 5 മക്കളായിട്ട് ആ കുട്ടി പെരുവഴിയിലായി. പിന്നെ അവിടെ നിന്ന് എണീറ്റ് വന്നു. പിന്നെ ഇടക്കാലത്ത് അവളെ കാണാതായി. വീണ്ടും അവൾ വന്നു. പെട്ടെന്ന്, അതായത് കുറേ റിയാക്ഷൻ വീഡിയോസും അതുപോലെ മഴവിൽ മനോരമേൻ്റെ ഇൻ്റർവ്യൂ എല്ലാം അവളെ സഹായിച്ചു. പെട്ടെന്ന് 1 lakh സബ്സ്ക്രൈബേഴ്സായി. പിന്നെ നമ്മളൊക്കെ 1 year ആയിട്ടും ഇപ്പോഴും 17,000 വ്യൂസ്, പിന്നെ സബ്സ്ക്രൈബേഴ്സേ നമുക്കുള്ളൂ. വ്യൂസാണെങ്കിൽ ഒട്ടുമില്ല. പക്ഷെ നമ്മളങ്ങനെ പണിയെടുക്കണുള്ളൂ അതിന് വേണ്ടി. പക്ഷെ ആ കുട്ടി എന്താ പറയുക, നമുക്ക് നമ്മളെ പിയാപ്പിളുണ്ടായിട്ട് തന്നെ നമ്മൾ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മൾ നല്ല പാടുപെടുന്നുണ്ട്. ഒരു പിയാപ്പിളയും കൂടി ഇല്ലാത്തൊരു പെൺകുട്ടി സ്വാഭാവികമായിട്ട് 5 മക്കളെ വളർത്തണം എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെ. ഒരുപാട് ആളുകൾ അവരെ സഹായിച്ചു കേട്ടോ. വീഡിയോസൊക്കെ കണ്ട് അൽഹംദുലില്ലാ സന്തോഷം തോന്നി. പിന്നെ മനുഷ്യരല്ലേ, ചിലപ്പോൾ വീഴ്ചകളൊക്കെ പറ്റും. സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് തന്നെയല്ലേ തെറ്റ് പറ്റുക. അപ്പോൾ നമ്മൾ തെറ്റ് എല്ലാവർക്കും പറ്റും. ഈ സംസാരിക്കണം എനിക്കായാലും പറ്റും. എപ്പോഴാണ് നമ്മളെ നാവിലെ ഗുളികം വരിക, എപ്പോഴാണ് നമ്മളൊരു വാക്കുകൊണ്ട് തെറ്റിപ്പോവുക നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ കുട്ടി ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ വളരെ സങ്കടം തോന്നി എനിക്ക്. കാരണം എന്താ വെച്ചാൽ അവളുടെ റിലേറ്റീവ് ആരോട്ടൊരു വോയിസ് ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ കിട്ടാവുന്ന ഏറ്റവും അപമാനിക്കപ്പെട്ടൊരവസ്ഥയിൽ കൂടെ ആ കുട്ടി കടന്നു പോണത്. ഞാൻ ആ കുട്ടി, അവളൊരു പക്ഷേ മാനസികമായിട്ട് കരുത്ത് ആർജിക്കണം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ മക്കൾ വളർന്നു വരുന്ന മക്കളല്ലേ, അവർ ആൺകുട്ടികളാണ്. ഒരു മൂത്ത കുട്ടിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തിരിച്ചറിയണ പ്രായമായി. അവരെ സുഹൃത്തുക്കൾ അവരെ കളിയാക്കൂലേ, എൻ്റെ ഉമ്മ അങ്ങനെയൊക്കെയാണല്ലേ, എൻ്റെ ഉമ്മ മോശക്കാരിയാണല്ലേ എന്നൊരു കുട്ടി സമൂഹത്തു നിന്നോ സുഹൃത്തുക്കൾക്ക് ഇടയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക ആഘാതത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഞാൻ അതാണ് സത്യം പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഏറ്റവും സങ്കടമാണ്. ഈ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഇത്തരം വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങളുടെ ഉമ്മ അത്രയും മോശം സാഹചര്യത്തിലൂടെയാണോ വന്നത്? ഒരു പക്ഷേ അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി വലിച്ചെറിയുമ്പോൾ സാജി അവരെ എന്താ പറയുക, ചാനലിൽ ഇരുന്നിട്ട് അവരെ നാത്തൂൻ്റെ മകളെക്കുറിച്ച്, അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം മനുഷ്യരാണ്, അബദ്ധങ്ങൾ സംഭവിച്ചു, അവർ തിരുത്തി പുതിയ ജീവിതത്തിലേക്ക് പോയി. അതെല്ലാം മറന്ന് അവർക്ക് മക്കളായിട്ടുണ്ടാവും. ഈ മക്കളിത് കേൾക്കുക തന്നെയല്ലേ.
എന്തായാലും അത് റിലേറ്റഡ് വീഡിയോ ഇട്ടവരല്ല ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊന്നു മക്കൾക്ക് നാളെ ഒരു അപമാനം ഉണ്ടാവില്ലായിരുന്നു. അവർ ചെയ്യുന്ന അവർ തെറ്റ് ചെയ്യുന്നതിന് അവരും പഠിച്ചവനായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. നമ്മളിപ്പോൾ ഒരാളെ എത്രമാത്രം സമൂഹത്തിൻ്റെ മുന്നിൽ വലിച്ച് കീറി ഒട്ടിക്കുമ്പോൾ നാളെ നമ്മൾക്ക് അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുമോ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ സ്വാഭാവികമായിട്ട് എനിക്ക് എന്താ അത് മാത്രം കേട്ടോ. അതിന് മുന്നേ ഇപ്പോൾ അവർ അഹങ്കാരിയാണ് അങ്ങനെ എങ്ങനെയാണൊക്കെ വീഡിയോ ഇട്ടുണ്ട്. അത് ആ കുട്ടീൻ്റെ ഒരു സംസാര ശൈലിയിൽ വന്നൊരു വ്യത്യാസം കൊണ്ട് സംഭവിച്ചു പോയതാണ്. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി അത് പറയേണ്ട രീതിയിലല്ല ആ കുട്ടി കാര്യങ്ങളൊന്നും പറഞ്ഞത്. അവളൊരു കല്യാണം കഴിക്കുന്നത് നമ്മളൊക്കെ കാത്തിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവൾക്കൊരു ഇണ ഉണ്ടാവുക, 5 മക്കൾക്ക് ഉപ്പായിട്ട് ഒരു ഉപ്പല്ലാതെ ജീവിക്കണവർക്ക് അല്ലെങ്കിൽ ഉപ്പാൻ്റെ സ്നേഹം കിട്ടാത്തവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികളെ സ്നേഹിക്കാനും കരുതൽ കൊടുക്കാനും ഒരാൾ വരിക എന്നുള്ളത് വളരെ നല്ല കാര്യം. പിന്നെ ആ കുട്ടി വളരെ ചെറുപ്പമാണ്. കുറേ ആളുകൾ ഞാൻ ചെറുപ്പമാണ്, ഞാൻ എൻ്റെ ഭർത്താവ് അത്ര പ്രായത്തിൽ മരിച്ച് ഞാൻ കല്യാണം അത് അവർക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരുപാട് കല്യാണങ്ങൾ വരുന്നു, അവൾക്കും ഒരു കല്യാണം കഴിക്കണം, എനിക്കൊരു ചായാനൊരു തണൽ വേണമെന്നൊരു തോന്നൽ അവളുള്ളിലുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കുന്നത് തെറ്റില്ല. പക്ഷെ പറഞ്ഞ രീതിയോട് എനിക്കും ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് കല്യാണമൊക്കെ ആയിട്ടോ, നിങ്ങളെല്ലാവരും വിശേഷം അറിയിക്കാൻ വന്നതാണ് ഞാൻ, എല്ലാവരും ഹാപ്പി അല്ലേ എന്നുള്ള രീതിയിൽ വേണ്ടിയിരുന്നത് അവതരിപ്പിക്കാൻ. പക്ഷെ അവളെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു നമുക്കറിയില്ല. കാരണം മനുഷ്യൻ്റെ മനസ്സ് വല്ലാത്തൊരു അവസ്ഥയെ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നതും നമ്മൾ ദേഷ്യപ്പെടുന്നതും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയുക, അതിന് നമ്മൾ ആരെക്കുറിച്ച് വിമർശിക്കുന്ന സമയത്തും നമുക്ക് എവിടെന്നെങ്കിലും കേൾക്കുന്ന വോയിസിൻ്റെയോ അല്ലെങ്കിൽ കാര്യങ്ങളുടെ ഇതിൽ നമ്മളൊരാളെയും കുറ്റപ്പെടുത്തരുതെന്നുണ്ട്. നമ്മളെ സ്വന്തം ജീവിതത്തിലായാലും നമ്മളെ വീട്ടിലെ ജീവിതത്തിലായാലും നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത്, മറ്റുള്ളവരുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കുന്നൊരു വിഷയത്തെ നമ്മൾ അത്ര തന്നെ പറയരുത്. അത് ഓർക്കും കൂടി ഒരു സങ്കടമായിരിക്കും. കാരണം അവർക്ക് എന്നേക്കുമായിട്ടൊരു സങ്കടമായിരിക്കും. നമുക്ക് അവർക്ക് ഒരു ഉപകാരം ചിലപ്പോൾ ഒരു ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഉപദ്രവിക്കാതിരിക്കാമല്ലോ. അപ്പോൾ എല്ലാം കലങ്ങി തെളിയട്ടെ, ആ കുട്ടിക്കും നല്ല ജീവിതം ഉണ്ടാവട്ടെ. എന്താ പറയുക, ഇതൊരു തിരിച്ചറിവാവട്ടെ. ഈ ഒരു ഇപ്പം അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ കൂടുതൽ എന്താ പറയുക നന്മകളിലേക്ക് എത്തിച്ചേരട്ടെ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മളാണ് ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകണമെങ്കിൽ നമ്മൾ എത്രമാത്രം വേദനിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം ആരെ സങ്കടം നമ്മളെ സങ്കടമായിട്ട് കാണാൻ കഴിയുമ്പോൾ നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം. ഞാൻ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ വീടൊക്കെ ക്ലീനാക്കാൻ ആൾ വന്നിരുന്നു. ആഴ്ച 2 ദിവസം വരും. കഴിഞ്ഞ ആഴ്ച അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് 8 ദിവസമായി ഇന്നേക്ക്. എന്നാലും ഒക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ.